ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കമ്പനി അക്കൗണ്ട്സിൽ മറ്റൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ റിലവൻ്റ് ആയിട്ട് അതേപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ് എന്ന് പറയുന്നത്. ഇതിന് ഡിഫറൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും സ്റ്റോക്ക് ഷെയർ എന്ന് പറയുമ്പോൾ, ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഷെയർ എന്ന് പറയുന്നത് എന്താണ്, കമ്പനിയുടെ ക്യാപിറ്റലിനെ ഈക്വൽ യൂണിറ്റ്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് നമ്മൾ പറയുന്ന പേരാണ് ഷെയർ. എന്തൊക്കെയാണ് ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഷെയർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഫേസ് വാല്യൂ. അതിനൊരു ഫേസ് വാല്യൂ ഉണ്ടോ, 10 റുപ്പീസ്, 100 റുപ്പീസ്, 1000 റുപ്പീസ്, എങ്ങനെയാണോ അതിൻ്റെ ഡിനോമിനേഷൻ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഫേസ് വാല്യൂവിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി എപ്പോഴും. പക്ഷേ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നോ ഫേസ് വാല്യൂ. അതിന് ഫേസ് വാല്യൂ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ടിൽ ഓഫ് ഷെയർസിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡറുടെ കയ്യിൽ 10 ഷെയർ ഉണ്ടെങ്കിൽ ആ 10 ഷെയറിനെ ഒന്നിച്ചാക്കാം, ബണ്ടിൽ ചെയ്യാം. കമ്പനിയിൽ രജിസ്റ്റർ ചെയ്ത് കമ്പനിയുടെ ഇത് പ്രകാരം കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സ്റ്റോക്കാക്കി മാറ്റാൻ പറ്റും. ഇനി വേറൊരു ഷെയർ ഹോൾഡറുടെ കയ്യിൽ 100 ഷെയർ ആണെങ്കിൽ ആ 100 ഷെയറിനെ ഒന്നിച്ച് സ്റ്റോക്കാക്കാം. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് പല ഡിനോമിനേഷൻസിലാവും ഉണ്ടാവുക. നമുക്ക് ഡെഫിനറ്റ് ഒരു ഫേസ് വാല്യൂ അതിനുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇറ്റ് മേ ബി ഫുള്ളി പെയ്ഡ് ഓർ പാർട്ട്ലി പെയ്ഡ്. ഷെയർസ് ഫുള്ളി പെയ്ഡും പാർട്ട്ലി പെയ്ഡും ആവാം അല്ലേ. ഫുള്ളി പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയറിന് ഫുൾ എമൗണ്ട് അടച്ചത്. പാർട്ട്ലി പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി എമൗണ്ട് അടച്ചത്. ഇപ്പോൾ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, പല ഇൻ്റർവെല്ലാണ് കമ്പനി വിളിക്കുന്നത്. അപ്പോൾ അത് വിളിക്കുന്നതിനനുസരിച്ച് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഉണ്ടാവാം. പക്ഷേ ഫുള്ളി പെയ്ഡ് ആയ ഷെയർസിനെ മാത്രമേ എന്താക്കി മാറ്റാൻ പറ്റുള്ളൂ, സ്റ്റോക്കാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോക്കിൽ എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ, ഫുള്ളി പെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഡയറക്റ്റ്ലി. കമ്പനിക്ക് ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, ഷെയർസ് എന്ന് പറയുന്നത്. പക്ഷേ കമ്പനി ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒന്നല്ല എന്ത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആദ്യം കമ്പനി ഷെയറാണ് ഇഷ്യൂ ചെയ്യുക. ഷെയർ ഹോൾഡറുടെ താല്പര്യപ്രകാരം എന്ത് ചെയ്യുക, ബണ്ടിൽ ചെയ്യലാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല കമ്പനിക്ക്, ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഷെയർ പിന്നെ ഷെയർ ഹോൾഡറുടെ താല്പര്യപ്രകാരം അത് സ്റ്റോക്കാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പർ. കമ്പനിക്ക് എപ്പോഴും കമ്പനി ഇത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്നുണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള ഡെഫിനറ്റ് നമ്പർ ഉണ്ടായിരിക്കും. പക്ഷേ കമ്പനിക്ക് അങ്ങനെ ഒരു ഇത്ര സ്റ്റോക്ക് കമ്പനിയിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ഡെഫിനറ്റ് നമ്പറൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കമ്പനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ എനി കമ്പനി. ഷെയർസ് ഏത് കമ്പനിക്ക് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം, പ്രൈവറ്റ് കമ്പനിക്കോ പബ്ലിക് കമ്പനിക്കോ ഏത് കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷെയർ ഇഷ്യൂ ചെയ്യാം. പക്ഷേ ഓൺലി ലിമിറ്റഡ് കമ്പനീസ് ക്യാൻ കൺവേർട്ട് ദെയർ ഷെയർസ് ഇൻ ടു സ്റ്റോക്ക്. ലിമിറ്റഡ് കമ്പനിക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. കാരണം ലിമിറ്റഡ് കമ്പനിക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർസിനെ സ്റ്റോക്കാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഇറ്റ് ഈസ് ഓൾവേസ് രജിസ്റ്റേർഡ്. ഷെയർ എപ്പോഴും എന്തായിരിക്കും, രജിസ്റ്റേർഡ് ആയിരിക്കും. പക്ഷേ സ്റ്റോക്ക് അങ്ങനെ എപ്പോഴും രജിസ്റ്റേർഡ് ആയിക്കൊള്ളുന്നില്ല. അത് രജിസ്റ്റേർഡ് ആവാം അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ആവാം. ഓക്കെ, അപ്പോൾ മേജറായിട്ടുള്ള ഡിഫറൻസ് ഇതാണ്. പോയിൻ്റ് ഔട്ട് ചെയ്യുക. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.